മരീചിക എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു സാധനമാണല്ലേ. മരുഭൂമിയിൽ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നൊരു പ്രതിഭാസം. അതിന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പ്രകാശരശ്മികളുടെ അപവർത്തനം അങ്ങനെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ശരിക്കും നമ്മളുടെ കണ്ണിൽ അത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ എനിക്കിത് ഫസ്റ്റ് ടൈം ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം മക്കൾക്കിത് വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ സൗദിയിൽ പോയ സമയത്ത് ഞങ്ങൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാനിത് കണ്ടത്. ഞങ്ങൾ രണ്ട് സൈഡിലും മരുഭൂമി, നടുവിൽ ഇങ്ങനെ റോഡിലൂടെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഫീലാട്ടോ തോന്നിയത്. എന്താ പറയുക, ഒന്നും പറയാനില്ല. അതായത് ക്യാമറയിൽ നമുക്കിത് അത്ര ഭംഗിയിൽ കിട്ടിയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് നമ്മൾ കാണുന്ന സമയത്ത് ശരിക്കും ദൂരെ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. എനിക്കിത് കറക്റ്റായിട്ട് എടുക്കാനും പറ്റിയില്ല. ഞാൻ വിചാരിക്കും ഇപ്പോൾ നല്ല രീതിയിൽ എടുത്താൽ മതിയായിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത്ര ഭംഗിയിൽ. ഇതിങ്ങനെ വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ ശരിക്കും ഷോക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തെത്തുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ വെള്ളവുമില്ല, വൈറ്റ് കളറിൽ ഒരു സാധനവും ഇല്ല. സാധാരണ എങ്ങനെയാണോ റോഡുള്ളത് അതേപോലെ പ്ലെയിൻ റോഡ് മാത്രമാണുള്ളത്, വേറെ ഒന്നുമില്ല. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. അത്രയും ദൂരം ഞാനിത് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെയില്ല. നമ്മൾ ആടുജീവിതം മൂവിയിലൊക്കെ അവർ കാണിക്കുന്നുണ്ട് ശരിക്കും ദൂരെ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പോകുന്ന ആ ഒരു ഫീലൊക്കെ ശരിക്കും ആ സമയത്ത് അതൊക്കെയാണ് ഓർത്തു പോയത്. അത്രയ്ക്കും നമുക്ക് എന്താ പറയുക, കണ്ണിന് ഭയങ്കര അത്ഭുതമാണെന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ല. ഇത് അവിടെ എത്തിയ സമയത്ത് എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് ജെർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ ബൈ.